guys, welcome to Shabana's world. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് വിന്റർ ഷോപ്പിംഗ് ചെയ്തായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഹോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഇട്ടിരിക്കുന്നതും ഞാൻ കഴിഞ്ഞ വീക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു 20,000 വോൺ ആണ് ഇതിനായത്. കയ്യിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമ്പിൾ മെറ്റീരിയലും ഇതെന്ന് പറയുന്നത് നമ്മുടെ വിന്ററിന് പറ്റിയ മെറ്റീരിയലും ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയ ബാക്കി ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ സാധാരണ ഇങ്ങനത്തെ സ്വെറ്റർ ഇല്ല കേട്ടോ. ഇവിടുത്തെ നല്ല എക്സ്ട്രീം വിന്ററിൽ ഇടാൻ പറ്റിയ സ്വെറ്റർ എനിക്കില്ല. അങ്ങനെ വാങ്ങിയ ഒരു സിമ്പിൾ സ്വെറ്റർ ആണ്. നല്ലൊരു കളറായിരുന്നു കേട്ടോ. ഇതിൽ ഗ്രീൻ ഒക്കെ കണ്ടു, പക്ഷെ ഗ്രീൻ എടുത്തില്ല. ഭയങ്കര വൈബ്രന്റ് കളറായിട്ട് തോന്നി. ഇവിടെ ഉള്ളവരൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇടാറ്. അങ്ങനെ ഞാൻ എടുത്തതാണ് ഇത് കേട്ടോ. ഇത് ഒരു 14,000 വോണിന് എനിക്ക് കിട്ടിയതാണ്. ഇത് ഇതൊക്കെ എടുത്തത് ഗംഗ്നത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഗംഗ്നം സ്റ്റൈൽ അറിയില്ല, അവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ ഒരു നമ്മുടെ എന്താണ് തേർമലായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തേതാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ടീഷർട്ടായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് തിന്നാണ് കേട്ടോ. ഞാൻ തേർമലായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രീം കളറാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ ഒരു കളർ എടുത്തു കേട്ടോ. ഇതിൻ്റെ തന്നെ എടുത്തത് ഒരു വൈറ്റ് കളറാണ്. ഒരു സാധാരണ ഇത് പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ എടുത്തത് നമ്മുടെ ഒരു ബ്ലാക്ക് കളർ എനിക്കിപ്പോൾ ഇല്ല കേട്ടോ. ബ്ലാക്ക് കളർ അങ്ങനെ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ എടുത്തു. മറ്റേ ഹൈ നെക്ക് ഉള്ളതുണ്ട്. പക്ഷെ നമ്മൾ ഈ ഷോളൊക്കെ കൂടെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഭയങ്കര ചൂടായിട്ടൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഇട്ട് വരും. അതുകൊണ്ട് ഇച്ചിരി നെക്കായിട്ടുള്ള നമ്മുടെ ഒരു ഇങ്ങനെ കോളർ പോലെയൊക്കെ വരുന്ന നല്ലൊരു മെറ്റീരിയലിലെ ഒരു ടോപ്പാണ് കേട്ടോ. താഴെ ഇങ്ങനെ വരുന്ന ഒരു ടോപ്പാണ് എടുത്തത്. ഇതുമൊക്കെ 20,000 ആണ് കേട്ടോ ഓരോന്നിനും ആയത്. പിന്നെ ഒരു സ്കേർട്ട്. ഇവിടെ കോമൺ ആയിട്ട് സ്കേർട്ട് കാണാറുണ്ട് കേട്ടോ. വിന്ററും പ്രത്യേകിച്ചായപ്പോൾ ഇങ്ങനത്തെ സ്കേർട്ട് കോമൺ ആണ്. ഇതിന്റെ പല കളേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് സ്കേർട്ട് ഇല്ലാത്തതുകൊണ്ട് സ്കേർട്ട് ട്രൈ. ഇത് ഫുൾ ലെന്തിൽ വരുന്ന സ്കേർട്ടാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഒരു ഹാഷ് ഷെയ്ഡുള്ള സ്കേർട്ടാണ് എടുത്തത്. ഓക്കെ, ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ്? അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിന് ഇതൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ കളറ് ഷെയ്ഡ് വരുന്ന ഇതൊക്കെ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. പിന്നെ ഇന്ന് ഹാലോവീൻ ഡേ ആയതുകൊണ്ട് നമ്മുടെ ഈ വാങ്ങിയ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഇന്ന് എടുത്ത ഫോട്ടോ. പിന്നെ ഒരു ഇയറിംഗ് ഇന്ന് വാങ്ങി. ആ ഇയറിംഗ് ആണ് വേണ്ട, ഒരു കുഞ്ഞ് ഇയറിംഗ്. എനിക്ക് ലോങ് ഇയറിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എടുത്ത ഒരു ഇയറിംഗ്. പിന്നെ ഒരു ചെയിൻ എടുത്തായിരുന്നു. നമുക്ക് റേറ്റാണ് ഒരു 15,000 വോണാണ് ഇതിന്. ഒരു കുഞ്ഞ് ഒരു ചെയിൻ, ഒരു വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് എക്കണോമിക്കലായിട്ടൊക്കെ ഉള്ള ഡ്രസ്സസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ പെർട്ടിക്കുലർ സ്ഥലത്തും ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ സെയിലിനൊക്കെ ഉണ്ടാകും. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതും കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു 20,000 വോണിനകത്തൊക്കെ വരുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെ എടുത്ത ഡ്രസ്സസാണ് ഇത്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു ഷബാനാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് യൂണിക്ലോയിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിടാനുള്ള കുറച്ച് വണ്ണം വെച്ചു കേട്ടോ. അപ്പോൾ ഇടാനുള്ള പാൻറ്റൊക്കെ ചെറുതായി പോയി. അപ്പോൾ പാൻറ്റൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്.
ആവശ്യമായ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഇതിപ്പോൾ ഹാൻഡ് ഗ്ലൗ ആണ് കേട്ടോ, നല്ല തണുപ്പാണ്. അതിന് വേണ്ടി വാങ്ങിയതാണ്. ജസ്റ്റ് ഒരു എക്കണോമിക്കൽ ഹാൻഡ് ഗ്ലൗ ആണ്. ഒരു 3000 മൂണേ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മളെ ഫോൺ വെക്കാനുള്ള ഒരു സ്റ്റാൻഡാട്ടോ. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ചുമ്മാ ഒരു ജസ്റ്റ് നമുക്ക് ഫോൺ വെക്കാൻ പറ്റുന്ന വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു 1500 മൂണേ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വാസലിൻ. നമ്മുടെ വാസലിൻ തീർന്നു. വിൻ്റർ ആകുമ്പോൾ വാസലിനൊക്കെ അത്യാവശ്യം കേട്ടോ, കാലും ഒക്കെ നല്ല ഡ്രൈ ആവും. അപ്പോൾ അതിന് വേണ്ടി ഒരു അലോവേറ ഫ്ലേവേർഡ് വാസലിൻ. പിന്നെ ഇത് ജസ്റ്റ് ഒരു നമ്മുടെ ഒരു ഐലൈനർ, ഒരു ബ്ലാക്ക് ഐലൈനർ, നമ്മുടെ പെൻസിൽ പോലെ വരുന്ന ഒരു ഐലൈനറാണ്. ഹാൻഡ് ക്രീമാട്ടോ, നമുക്ക് ഇതൊരു മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രീമാണ്. ആർഗൻ ഓയിലിൻ്റെ ഹാൻഡ് ക്രീമാട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡൊക്കെ ഇതുണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മെയിൻലി ഇതൊക്കെ വിൻ്ററിലേക്ക് വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് വാങ്ങി. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആർഗൻ ഓയിലെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ജസ്റ്റ് ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഫേസിൽ ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് പീൽ ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അങ്ങനെ ഒരു പീൽ ഓഫ് മാസ്ക്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു അരോമ ഓയിൽ. അതായത് നമ്മുടെ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ക്യാൻഡിലൊക്കെ കത്തിക്കുവാണെങ്കിൽ ആ വേസിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ട് വെച്ചാൽ നല്ല ഫ്ലേവർ വരും. ജസ്റ്റ് ഒരു 1000 മൂണേ ആയിട്ടുള്ളൂ. ഒരു ജാസ്മിൻ ഫ്ലേവറിൻ്റെ ഞാൻ എടുത്തതാണ് കേട്ടോ അരോമ ഓയിൽ. പിന്നെയുള്ള സാധനം എന്ന് പറയുന്നത് നിവിയയുടെ ഒരു ലിപ് ബാം. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു ചെറിയ കളറ് ഒരു ലിപ് ബാം എടുത്തതാണ് കേട്ടോ. നല്ല മോയ്സ്ചേർഡ്. ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്. പിന്നെ ഒരു അലോവേറയുടെ ഒരു സൂത്തിങ് ജെൽ. നമുക്ക് ബോഡി ഫുൾ യൂസ് ചെയ്യാം, ഹെയറിൽ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അലോവേറയുടെ ഒരു സൂത്തിങ് ജെൽ. ഇത് നമ്മുടെ ഐബ്രോ പോലത്തെ ഒരു പെൻസിലാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഐബ്രോസിൽ ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രഷ് കൊണ്ട് നമുക്ക് ഒന്ന് ഐബ്രോസ് ബ്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐബ്രോ പെൻസിൽ വിത്ത് എ ബ്രഷ്. Hope you guys enjoy this video. Bye bye.